അപ്പൊ നമ്മൾ ഇന്ന് ഇന്റർവ്യൂവിന് പോവുകയാണ് ഗൈസ്. നമുക്കൊന്നും അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോ എന്നാണെന്ന് നമുക്ക് കാണാം. അടിപൊളി പാട്ടൊക്കെയാണ് ഗൈസ്, റേഡിയോയാ. നമ്മളെ പപ്പ കൊടുങ്ങൂര് വരെ കൊണ്ടുവിട്ടു ഗൈസ്. ബാക്കി നമ്മൾ ബസ്സിൽ കയറി പോണം ഗൈസ്. വെളിയിൽ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ പോകാൻ ഒരു മടുപ്പാണ് ഗൈസ്. അങ്ങനെ സ്റ്റോപ്പിലോട്ട് ചെന്നപ്പോഴത്തേനും ഇതാ വരുന്നു KSRTC. പക്ഷെ KSRTCക്ക് അല്ല നമുക്ക് പോകേണ്ട, പ്രൈവറ്റ് ബസ്സിനാ. അല്ലെങ്കിലും അങ്ങനെയാ, നമ്മൾ കയറേണ്ട ബസ് എപ്പോഴും ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് ചെന്നിക്കര ബസ് കിട്ടി ഗൈസ്. ബസ്സിനകത്ത് കയറിയിരുന്നു. ബസ്സിനകത്ത് നല്ല വൈബ് പാട്ടായിരുന്നു, അതുകൊണ്ട് മൊത്തത്തോടെ ഒരു വൈബ് ദിവസമായിരുന്നു. ഇങ്ങനെ പോയാലും എവിടെ പോയാലും ഈശോ മുഖ്യം ബിഗിലേ പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് വിചാരിച്ച കേസ്. ഈശോയെ വിട്ടൊരു കളി നമുക്കില്ല. നാഗമ്പടത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോവാണ് കേസ്. ഇതങ്ങ് 3ാം നിലയിലാണ് കേസ്. നമ്മൾ കയറി മടുത്തു. ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കാര്യത്തിൽ ഞാൻ സ്റ്റെപ്പ് കയറി പോവാന്ന് വിചാരിച്ച മടുത്തു പോയി കേസ്. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല സെറ്റപ്പ് സ്ഥലമായിരുന്നു കേസ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ പേര് IRS എന്നാണ്. ഇത് ജർമ്മൻ ലാംഗ്വേജ് അക്കാഡമിയാണ്. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മടങ്ങി ഗൈസ്. പെട്ടെന്ന് അടുത്തൊരു കൊടുങ്ങൂർ ബസ്സിൽ കയറിയിരുന്നു ഗൈസ്. ഇനി എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം, അത് വലിയ സുഖമില്ലായിരുന്നു ഗൈസ്. എനിക്ക് അവരെ എന്നാണല്ലോ ഇഷ്ടപ്പെട്ടു, പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇനി വഴിക്ക് വെച്ച് കാണാം. അപ്പൊ നമ്മൾ 35 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു ഗൈസ്. അപ്പൊ ഈ 35 രൂപയ്ക്ക് നമുക്ക് 29 രൂപയെ നമ്മൾ അടിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ സിറ്റി ഓൺ വീൽസിന്റെ മൈ ബസ് കാർഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണെങ്കിൽ ഈ ഒരു കാർഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഗൈസ്. ചില്ലറ ഒന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യം. ഇടയ്ക്ക് ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്. ചേട്ടൻ പറപ്പിച്ചു വിടുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റപ്പം നമ്മുടെ സ്ഥലം എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്ന കൊട്ടാരത്തിലാണ് ഗൈസ്. നമുക്ക് വിശക്കത്തില്ലേ, നമുക്ക് കാപ്പി കുടിക്കണ്ടേ. നമ്മൾ കൊടുങ്ങൂരുള്ള കൊട്ടാരത്തിലാണ് കയറിയത് ഗൈസ്. പക്ഷെ കയറിയത് അബദ്ധമായി പോയോ എന്ന് ഇപ്പം തോന്നുന്നു. അവിടെ നിന്ന് ഒരു ബർഗറും ഒരു കാപ്പിയാണ് ഓർഡർ ചെയ്തത് ഗൈസ്. പക്ഷേ ബർഗറിന്റെ വലിപ്പം കണ്ടോ നിങ്ങൾ ഞെട്ടും, എനിക്ക് ഉറപ്പാ. ഇടയ്ക്ക് ചില്ലും കൂട്ടി കുറെ കേക്കുകൾ കണ്ടു ഗൈസ്. നല്ല രസമല്ലേ. അവിടെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ ആകെ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറേ നേരം നോക്കി നിന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരെ ഞെട്ടിപ്പോയി ഗൈസ് ഈ ബർഗർ കണ്ടപ്പോൾ. അകത്തൊരു കട്ട്ലറ്റ് മാത്രമേ ഉള്ളൂ. ഫുള്ളി ഡിസപ്പോയിന്റഡ് ഗൈസ്. 35 രൂപയാണ് ഇതിന്, പക്ഷെ അതിനുള്ളത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 40 രൂപയ്ക്ക് നല്ല അടിപൊളി ഫില്ലിംഗ് ഉള്ള ബർഗറും കിട്ടും ഗൈസ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഐഡിയ ആയിപ്പോയി. സാധാരണ കൊട്ടാരത്തിലെ കാപ്പിയൊക്കെ കപ്പിലാണ് തരുന്നത്, ഇതിപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ് ആക്കി. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവർ 2 ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നു. കൂടെയുള്ള ചായ കുടിച്ചിട്ട് അണ്ണാക്ക് പൊള്ളി ഇരുന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് ഗൈസ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ അടുത്ത് നിന്ന് ഒരു ചേട്ടൻ സ്റ്റെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൈസ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ചേട്ടനെ. പിന്നെ ചേട്ടനും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും നോക്ക്, അതുപോലെയല്ലേ ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ജർമ്മനി ചെന്ന പോലെ കുറെ വെറൈറ്റീസ് ഓഫ് ബ്രെഡ് കണ്ടു ഗൈസ്. പിന്നെ പറയണ്ടല്ലോ, ചില്ലുംകൂട്ടിൽ കുറെ ഏറെ പലഹാരങ്ങൾ, പല നിറത്തിൽ, പല വലിപ്പത്തിൽ, പല വിലയിൽ. ചില്ലുംകൂട്ടിനകത്തുനിന്ന് നമ്മൾ ഒരു മീറ്റ് റോളും ഒരു മുട്ട പപ്സും കൂടെ പൊക്കി ഗൈസ്. പിന്നെ അവിടെ നിന്ന് ചില്ലുംകൂട്ടിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ യാത്ര തുടർന്നു. ക്രോസ് ദ റോഡ് ഒൺലി ഓൺ സീബ്ര ക്രോസിംഗ്. പണ്ട് ഏതോ ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റോഡെല്ലാം ഒരു മിനി പുഴയായി ഗൈസ്. മഴയൊക്കെ പെയ്ത ഇപ്പൊ ഇതാണ് റോഡിന്റെ അവസ്ഥ. അപ്പൊ കയ്യൂരി നമ്മൾ ഇറങ്ങി വീട്ടിൽ നടന്നു പോന്നു ഗൈസ്. അപ്പം സബ്സ്ക്രൈബ്. ചേട്ടാ ഇത്രയും ചിരിക്കണ്ടായിരുന്നല്ലേ, ചിരി കൂടിപ്പോയി.